ഹലോ ഗൈസ്, വെൽക്കം ടു എ ക്രിസ്മസ് ദിവസം ഇൻ ഓഫീസ്. അങ്ങനെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മക്കളെ ആദ്യമായിട്ട് വീണ്ടും നമ്മുടെ ക്രിസ്മസ് പരിപാടി ഒന്നുകൂടെ എൻജോയ് ചെയ്യാൻ പോകും. അങ്ങനെ അന്നത്തെ ദിവസം ഓഫീസിൽ റിപ്പോർട്ടായി. അപ്പോഴാണ് അറിയുന്നത് ക്രിസ്മസ് ഫ്രണ്ട് അല്ലെങ്കിൽ ക്രിസ്മസ് സാന്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. അതിന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഫ്രണ്ടിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേരും 3 വഴിക്ക് ഇറങ്ങി. ഏതായാലും ഒരു കടയിലാണ് എത്തിപ്പെട്ടത്. ഏതായാലും അവിടുന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഓഫീസിലേക്ക് ചെന്നു. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ സ്റ്റാഫുകളും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഓരോ പരിപാടികളായിട്ട് തുടങ്ങി. ആദ്യം തന്നെ കേക്ക് കട്ടിങ്. അത് ക്രിസ്മസിന് നിർബന്ധമാണല്ലോ. കേക്ക് കട്ട് ചെയ്തത് ഓർമ്മയുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ അടുത്ത് കഴിക്കാൻ തുടങ്ങി. ഈ തീറ്റൊക്കെ കണ്ടാ പറയുമോ കുറെ കാലത്തിന് കേക്ക് കണ്ടിട്ടില്ല. കൂടെയുള്ള സ്റ്റാഫുകളും പൊളി, കൂടെയുള്ള മാനേജറും പൊളി. പിന്നെ എന്ത് വേണം ഇഷ്ടം ഒരു ഓഫീസിൽ. കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗിഫ്റ്റ് വിതരണമാണ്. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് അവരുടേതായിട്ടുള്ള ഗിഫ്റ്റ് കിട്ടി തുടങ്ങി. എല്ലാവരും സന്തോഷിക്കാനും തുടങ്ങിയത്. കാരണം നമുക്ക് തരുന്നത് ആരാന്ന് ആ ടൈമിൽ അറിയില്ലല്ലോ. അതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ എനിക്കും ഞാൻ കാത്തിരുന്ന എന്റെ ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റിന് മേലെ എനിക്ക് കിട്ടിയ കുറിപ്പ് ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവക്ക് കിട്ടിയിട്ടുള്ള കുറിപ്പ് ഇതായിരുന്നു. ഇതെല്ലാവരും പൗസ് ചെയ്തിട്ടൊന്ന് വായിച്ചു. ആ കണ്ട കുറിപ്പ് കൊടുത്തിട്ടുള്ള ഒരു കുറിപ്പാണ് നിൽക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു ഒരു പെന്ന്, ഒരു കീ ചെയിൻ, പിന്നെ ഒരു നോട്ട് പാഡ്. ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമായിരുന്നു എനിക്കന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് വിതരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്ലറ ചില്ലറ കുഞ്ഞു ക്യൂസ് പരിപാടികൾ, അതുപോലെ തന്നെ പാട്ടുപാടൽ, ഗിറ്റാർ വായിക്കൽ, അങ്ങനെ കലാവിരുദ്ധമായിട്ടുള്ള പല പരിപാടികളും ഓഫീസിൽ നടന്നു. അങ്ങനെ ഇത്രയും നല്ലൊരു അവസരം നമ്മളെ കൺമുന്നിൽ വരുമ്പോൾ വെറുതെ മിസ്സാക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനും കയറി സ്റ്റേജിൽ 1-2 പാട്ട് പാടാൻ വേണ്ടി. അങ്ങനെ പാടിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി പാട്ട് ഇവളേതായിരുന്നു. അതുകൊണ്ടാണ് ഓഫീസിൽ ഇത് എല്ലാവരും ചിരിക്കുന്നത്. സന്തോഷം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഓഫീസിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒരു വിധമായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈവനിങ്ങിൽ, അതായത് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി. പിന്നെ തിരിച്ച് ഓഫീസിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഏതായാലും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.